ഇനി നമുക്ക് കുമ്പളങ്ങ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് തക്കാളി ഇട്ടിട്ട് കറി വെക്കുന്നതിന് നോക്കാം. ഇതൊരു നാടൻ കറിയാണിത്. ഈ കറി നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണിത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ആ കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കനം കുറച്ചിട്ട് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. അത് പാലെടുക്കുമ്പോൾ 1/4 പാല് കുറച്ചെടുക്കുക. അത് തേങ്ങ പിഴിഞ്ഞിട്ട് ഏറ്റാദ്യം എടുക്കുന്ന പാലിനെയാണ് 1/4 പാൽ എന്ന് പറയുന്നത്. ഇങ്ങനെ 1/4 പാല് ഏറ്റാദ്യം പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ആ തേങ്ങാപ്പീരയിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് രണ്ടാമത് പിഴിഞ്ഞെടുക്കുന്ന പാലിനെയാണ് 2/2 പാൽ എന്ന് പറയുന്നത്. 2/2 പാല് ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഈ 2/2 പാല് എന്നാലും ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുമ്പളങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പൊ 2/2 പാല് ഒരുപാട് വെള്ളം പോയിരുന്നിട്ടുണ്ടെങ്കിൽ കറി വെന്ത് വരുമ്പോൾ അതിന്റെ ചാറ് ഭയങ്കര വെള്ളം പോലെ ഇരിക്കും. അപ്പൊ 2/2 പാലായിരുന്നാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് തിക്കായിട്ട് പിഴിഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് തക്കാളിയാണ്. അതിന് വേണ്ടിയിട്ട് 2 ചെറിയ തക്കാളി എടുത്തിട്ട് അതും ഞാനിവിടെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സവോള വേണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതും ഞാനിവിടെ നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ കറിയിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. പിന്നെ മുളകിൻ്റെ പൊടിയും വേണം. ഈ കറിയിലേക്ക് ഞാൻ ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ കറി ആക്കുന്ന സമയത്ത് ഈ മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ ഓരോന്നിൻ്റെ അളവും കൃത്യമായിട്ട് പറയാം. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സവോള നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി എടുക്കുക. ചുവന്നുള്ളി ആയിരിക്കും കറിയിലേക്ക് കാശി ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ചുവന്നുള്ളി എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാനിവിടെ സവോളയും എടുത്തേക്കുന്നത്. പിന്നെ ഉണക്കമുളക് വേണം, കറിവേപ്പില വേണം, പിന്നെ ഉലുവ വേണം. ഉലുവ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഉലുവ ഒരുപാട് ചേർക്കണ്ട. ഉലുവ കറിയിൽ കുറേ ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു കയ്പ്പ് ഉണ്ടാവും. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ കറിയാക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ കറി വയ്ക്കുമ്പോൾ സവോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഏറ്റാദ്യം എണ്ണയിലിട്ടിട്ട് വഴറ്റിയിട്ടാണ് മിക്ക കറികളും വെക്കുന്നത്. പക്ഷേ ഈ കറിയിലേക്ക് ഞാൻ സവോളയും ഇഞ്ചിയും പച്ചമുളകും ഒന്നും വഴറ്റുന്നില്ല. അത് കുമ്പളങ്ങയുടെ കൂടെ ഇട്ടിട്ട് തേങ്ങാപ്പാലും തക്കാളി ഒഴിച്ചിട്ട് ഏറ്റാദ്യം വേവിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റാണ് കറിയിലേക്ക് നമ്മൾ താളിച്ച് ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ മൺചട്ടിയിലേക്ക് കുമ്പളങ്ങ ചേർക്കാം. ഞാനിവിടെ 1/2 കിലോ കുമ്പളങ്ങ എന്ന് പറഞ്ഞത് ഇതേപോലെ കുമ്പളങ്ങ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള അളവാണ് പറയുന്നത്. 1/2 കിലോ കുമ്പളങ്ങ. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ 1/2 കിലോ കുമ്പളങ്ങ വാങ്ങിച്ചിട്ട് അതിൻ്റെ തൊണ്ടും അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 350 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇതിലേക്ക് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ആ മല്ലിപ്പൊടിയൊക്കെ ഇടിക്കുമ്പോൾ നിങ്ങൾ ഫ്രഷായിട്ട് പൊടിച്ചിട്ട് ചേർക്കുക. അപ്പോൾ കറിക്കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. മുളകിൻ്റെ പൊടി ചേർക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാൻ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. സവോളയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കുക. തക്കാളി ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2/2 പാൽ ചേർക്കുക. തക്കാളി ചേർക്കുമ്പോൾ തക്കാളി ഇത്രയ്ക്ക് തന്നെ ചേർക്കണം, എന്നാൽ മാത്രമേ കറിക്ക് പുളി ഉണ്ടാവുള്ളൂ. നമുക്ക് തീ ഓണാക്കാം. ഈ കറി മൂടി വെച്ചിട്ട് വേവിക്കാം. ഈ കറി വെന്ത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് 1/4 പാൽ ചേർക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ എന്ത് കറി വയ്ക്കുമ്പോഴായിരുന്നാലും 1/4 പാലും 2/2 പാലും സെപ്പറേറ്റ് തിരിച്ചെടുത്തിട്ടാണ് കറിയിലേക്ക് ചേർക്കുന്നത്. ഈ 1/4 പാൽ കറിയുടെ ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 1/4 പാൽ നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് ഈ പാല് നന്നായിട്ട് കിടന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെളിച്ചെണ്ണ തിരിഞ്ഞു വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1/4 പാൽ ഏറ്റവും ലാസ്റ്റ് ചേർത്തിട്ട് ഈ കറി അധികം ഇട്ട് തിളപ്പിക്കാത്തത്. അതുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ തേങ്ങാപ്പാൽ പിരിഞ്ഞ പോലെ വരണത്. അത് ഈ 2/2 പാൽ ചേർത്ത് കഴിഞ്ഞാലും കുറേ നേരമൊക്കെ ഇട്ടിട്ട് കറി വേവിച്ചിട്ടുണ്ടെങ്കിൽ ഈ 2/2 പാലിലുള്ള വെളിച്ചെണ്ണയും തിരിഞ്ഞു വരും. അപ്പോഴാണ് ആ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് പിരിഞ്ഞ പോലെ തോന്നുന്നത്. തേങ്ങാപ്പാൽ പിരിയണതല്ല ശരിക്കത്. ആ തേങ്ങാപ്പാലിൽ നിന്ന് വെളിച്ചെണ്ണ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ്. വെച്ചിട്ട് കറി വേവിക്കുക. ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക.
ഇത് മൂടി വയ്ക്കും. ഈ കറിയിൽ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കുമ്പളങ്ങയൊന്നും നിങ്ങൾ കുറേ നേരം ഇട്ടിട്ട് വേവിക്കണ്ട. ഈ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ കുമ്പളങ്ങ നമുക്ക് വെന്ത് കിട്ടും. ഈ കറിയുടെ ഗ്രേവിയും ചെറുതായിട്ട് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. രണ്ടാം പാൽ ഒഴിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് വെള്ളം പോലെ ഒഴിക്കാതിരിക്കാൻ നോക്കണം. ഇതിലേക്ക് ഒന്നാം പാൽ ചേർക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒന്നാം പാൽ ഈ കറിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കറി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. ഇത് മൺചട്ടി ആയതുകൊണ്ട് ചൂട് നന്നായിട്ട് നിൽക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒന്നാം പാൽ ചേർത്ത വഴിക്ക് തന്നെ ഒന്നാം പാൽ തിളച്ച് കൊടുക്കും. അപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മൺചട്ടിയൊക്കെ എപ്പോഴും നിങ്ങൾ വെക്കുമ്പോൾ ഇതേപോലെ ഒരു പാത്രം അടിയിൽ വെച്ചിട്ട് വേണം, അതിൻ്റെ മുകളിൽ വേണം മൺചട്ടി വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ ചട്ടിയുടെ അടി അങ്ങോട്ട് ഇട്ടിപ്പോകും. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഈ കറിയിലേക്ക് നിങ്ങൾ താളിച്ച് ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ താളിച്ച് ഒഴിക്കുക. അതായിരിക്കും കറിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ ചൂടായ ഓയിലിലേക്ക് ഉലുവ ചേർക്കുക. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത്. നിങ്ങൾ ചേർക്കുമ്പോൾ ഒരുപാട് ഉലുവ ചേർക്കരുത്, പിന്നെ ഉലുവ കരിഞ്ഞും പോകരുത്. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് ചേർക്കുമ്പോൾ പതുക്കൊന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. സവോള ചേർക്കാം. കറിവേപ്പിലയും ചേർക്കാം. ഇതൊന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഈ താളിച്ച് ചേർക്കുമ്പോൾ അതിന് നല്ലൊരു സ്മെല്ലുണ്ടാവും. ഇപ്പോൾ കറിക്ക് നിങ്ങൾക്ക് നല്ല റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ പൊടിയും കൂടി ചേർക്കാം. പക്ഷേ ഈ കറിക്ക് മഞ്ഞ കളറാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് മുളകിൻ്റെ പൊടി ചേർക്കണ്ട, മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കാം. അപ്പോൾ നിങ്ങൾ കറിയിലേക്ക് താളിച്ചൊഴിക്കുമ്പോഴും ഇതേപോലെ മഞ്ഞൾപ്പൊടിയും പിന്നെ കറിക്ക് നല്ല റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും കൂടിയും ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് കറിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഈ കറിയിലേക്ക് നിങ്ങൾ രണ്ടാം പാൽ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം പോലെ ചേർക്കരുത്. കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണിത്.